ഇത് നമുക്ക് ചെറിയൊരു സിറ്റി ടൂറാകാം. അബുദാബി ബസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള റോഡാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് അബുദാബി ബസ് സ്റ്റേഷനാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അൽവാദ സ്റ്റേഡിയമാണ്. മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അൽവാദ മാളും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗ്രാൻഡ് മില്ലേനിയം 5 സ്റ്റാർ ഹോട്ടലാണ്. റൈറ്റ് സൈഡിലായി കാണുന്നത് ടാക്സി സ്റ്റാൻഡാണ്. അതൊന്ന് മുന്നോട്ട് പോയി നമ്മൾ ആസാ ബിൻ സായിദ് ബസ് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് മുറൂർ റോഡാണ്. മുറൂർ റോഡിൻ്റെ പുതിയ പേര് സുൽത്താൻ ബിൻ സായിദ് സ്ട്രീറ്റ് എന്നാണ്. മുറൂർ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായി മൊബൈൽ ഷോപ്പുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. അവ ഏകദേശം 500 മീറ്ററോളമുണ്ട്. ലെഫ്റ്റ് സൈഡിലായി അറബിക് റെസ്റ്റോറൻറ്റുകളുടെയും നീണ്ട നിര കാണാം. വീണ്ടും അടുത്ത സിഗ്നലിൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഓൾഡ് നജ്ദ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് അബുദാബിയിലെ പ്രധാന ഹോസ്പിറ്റലുകളിലൊന്നായ ബുർജിൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായി ധാരാളം ബിൽഡിംഗ് അക്സസറീസ് കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ടാക്ക ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ടാക്ക എന്നത് അബുദാബി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. വീണ്ടും അടുത്ത സിഗ്നലിൽ ഫ്രീ റൈറ്റ് എടുത്ത് നമ്മൾ അൽഫല സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ആ കാണുന്നത് മിക്സുബുഷിയുടെ ഷോറൂമാണ്. ഈ സിഗ്നലിനെ മിക്സുബുഷി സിഗ്നൽ എന്നും അറിയപ്പെടുന്നു. മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന സിഗ്നലിൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അബുദാബി മുനിസിപ്പാലിറ്റിയാണ്. ഈ സിഗ്നലിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ കിട്ടുന്നത് സലാം സ്ട്രീറ്റ് ആണ്. സലാം സ്ട്രീറ്റിന്റെ പുതിയ പേര് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് എന്നാണ്. സലാം സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന നേവി ഗേറ്റ് ആണ്. ഈ ഏരിയയെ നേവി ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിഗ്നലിൽ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് അൽമറിയ ഐലൻഡാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ അബുദാബി മാളിൻ്റെ ഡയറക്ഷനിലേക്ക് പോകാൻ സാധിക്കും. അൽസാഹിയ ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. ഇവിടെയായി അൽമറിയ ഐലൻഡിൻ്റെ ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് റീമൈൻഡിലേക്കുള്ള എക്സിറ്റ് എടുക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റീമൈൻഡിലെ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.